ഉള്ള കൂടിയാട്ടം എന്ന് പറയുന്നത് അമനു ചാച്ചാക്യാരുടെ ശിഷ്യപ്രശിഷ്യന്മാര് ചെയ്യുന്ന കൂടിയാട്ടമാണ് പൊതുവെ സമ്മതിച്ചിട്ടുള്ളതാണ്. കാരണം പൈങ്കുളം രാമച്ചാക്യാരും അമ്മനു മാസച്ചാക്യാരും രണ്ടാളും അദ്ദേഹത്തിന്റെ കീഴിൽ അഭ്യസിച്ചിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ആ രണ്ട് ശൈലികളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കൂടിയാട്ട രംഗത്ത് ഉള്ളത്. അപ്പോൾ അമ്മനു ചാച്ചാക്യാരെ കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. കെ ടി രാമവർമ്മയുടെ ഒരു ഗ്രന്ഥം, അമ്മനു ചാച്ചാക്യാരുടെ ഒരു ഗ്രന്ഥം, പിന്നെ പലരും പറഞ്ഞ് കേട്ടുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരുമകന്റെ മരുമകൻ എന്നുള്ള രീതിയിൽ ഇവിടെ അദ്ദേഹത്തിന്റെ അവസാന കാലം എങ്ങനെയായാലും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് എന്താ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കൂട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരമായി. എൻ്റെ ഓർമ്മയിൽ വരുമ്പോഴേക്കും അദ്ദേഹം ഈ കൂത്ത് കൂടിയാട്ടത്തിൽ നിന്നൊക്കെ വിരമിച്ച് കഴിഞ്ഞിരിക്കണം. പ്രായമായിട്ട് വയ്യാണ്ടിരിക്കുന്ന കാലമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. ഈ പറഞ്ഞ കൂടുതൽ തന്നെ പറഞ്ഞ കേട്ട വിവരം തന്നെ എനിക്കുള്ളൂ, അല്ലാതെ കൊണ്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനമൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം മാത്രം പറയാമെന്ന് മാത്രം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൂർപ്പണഖ നാടകമായിരുന്നു. നല്ലോണം ഓർമ്മയില്ലാണ്ടായ കാലമാണ്, ഏതാണ്ട് വയസ്സായ ആ സമയത്താണ്. അമ്മാവൻ്റെ അടുത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഈ കുട്ടികളുടെ പോലെ തന്നെയാണ് അവിടെ അടുക്കളയ്ക്ക് വന്നിരിക്കുക. അപ്പം എനിക്കിപ്പോൾ അദ്ദേഹത്തിന് അത്ര കുട്ടിക്കളി കൂടുതലുള്ളൂ. അപ്പോൾ അടുക്ക ഇരുന്ന ഒരു വാക്യം ചെല്ലുമ്പോൾ ഇത് ആത്മകഥയാണ്, ഇങ്ങനെയല്ല ചെല്ലേണ്ടത് എന്ന് പറഞ്ഞ് ചൊല്ലി തന്നതായിട്ട് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. പിന്നെ അങ്കുലിയാങ്ങ ശ്ലോകം പഠിക്കുന്ന കാലത്തൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ പ്രായത്തിൽ തന്നെയാണ് അത് ഇങ്ങനെയല്ല അല്ലെങ്കിൽ എങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പലപ്പോഴും തിരുത്തി തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഈ സ്കൂൾ വെക്കേഷൻ കാലത്ത് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് നടക്കുന്ന കാലത്ത് ഒരു കാലത്ത് എന്തോ ദിവസം ഇവിടെ ഞാൻ ലഹള കൂട്ടി നടക്കുമ്പോൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ആ ലഹള കൂട്ടിയതിന് ശിക്ഷയായിട്ടാണ് സിദ്ധരൂപം പഠിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സിദ്ധരൂപം സ്കൂളിൽ പഠിക്കണതാണെങ്കിലും മുഴുവൻ ആ ഒരു വെക്കേഷൻ കാലം കൊണ്ട് 2 രൂപമായിട്ട് പഠിപ്പിക്കുകയും അതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. കൂത്തൊന്നും എനിക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് കേരള സംഗീത നാടക അക്കാദമി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒന്ന് കവലത്തിൻ്റെ കാലത്ത് എടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേൾക്കുക എന്നുള്ളത് ഒരു കുട്ടിയാണ്, ഞാൻ അവിടെ പോയി നിന്നു എന്നല്ലാണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒന്നും എനിക്കറിയില്ല. അമ്മ 2 പേരുണ്ട്. അന്നിങ്ങനെ ശ്ലോകം ചൊല്ലി ലേശം എന്തോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതും നല്ല ഓർമ്മയിലുള്ളതൊന്നല്ല, നല്ല സമയത്തൊന്നല്ല. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് വശങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇന്ന് കാണുന്ന ശൂർപ്പണഖ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലുള്ളതാണ്. മുമ്പുള്ളത് തന്നെയാണ്. അതിനെ കുറച്ചും കൂടി ആസ്വദിക്കാൻ പാകത്തിന്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുമ്പ് പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൂർപ്പണഖയെക്കുറിച്ച് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. വളരെ വളരെ ജീവനുള്ളതായിട്ടാണ് പറയാറ്. പിന്നെ അദ്ദേഹം എല്ലാ വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ശൂർപ്പണഖ മാത്രമല്ല, രാവണൻ കിട്ടിയിട്ടുണ്ട്, ബാലി കിട്ടിയിട്ടുണ്ട്, എല്ലാ വേഷങ്ങളും കിട്ടിയതായിട്ട്. കാരണം ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയും മൂഴിക്കുളത്തൊക്കെ പാർന്നൂർ വേണം ബാലി കെട്ടാൻ എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ബാലിവധം വരികയാണെങ്കിൽ ആ പ്രായത്തിൽ കെട്ടിയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിദൂഷണനിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത്. അത് എല്ലാ ഭാഗത്തും ഇതിൻ്റെ കേൾക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നൈപുണ്യമായിട്ട് പറഞ്ഞേക്കുന്നത് സമയത്തിൻ്റെ കൃപ്തത. 1.5 മണിക്കൂർ അദ്ദേഹം കൂത്ത് പറയുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കൂടുതൽ പറയില്ല. എത്ര കേമായിട്ട് സദസ്സായാലും 1.5 മണിക്കൂറിൽ കഴിയും. നാളെ കേൾക്കാൻ വരണം തോന്നാൻ ഭാഗത്ത് നിർത്തുള്ളൂ. ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിൽ കൊണ്ട് നിർത്തും. ഇതും കൂടി കേൾക്കായിരുന്നു എന്ന് തോന്നിയിട്ട് നാളെ ആൾ വരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് കേട്ടോ ഇത് നിർത്തണില്ലല്ലോ എന്നുള്ളതിൽ പതിവില്ല എന്നാണ് പറയണ കേൾക്കാറ്. പുരുഷാർത്ഥമൊക്കെ വളരെ ക്ലിപ്തമായിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ മറ്റു വരും. അശന 5.5-6 മണിക്കൂറാണ്. ആകെ 6 മണിക്കൂർ ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയണ കേൾക്കാറ്. 5.5 മണിക്കൂർ കൊണ്ട് കഴിയും അശനം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ അടുത്ത ഒരു സ്ഥലമുണ്ട്, ഒരു സരസ്വതി ക്ഷേത്രമുണ്ട്, അവണങ്കോട് എന്നിട്ട് ഒരു തവണ 3 ദിവസമായിട്ട് പാത്രയിരുത്തം പറഞ്ഞു. പിന്നൊരു തവണ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടുമായിട്ട് എന്താ മാറ്റം എന്ന് മനസ്സിലായില്ല. 1.5 മണിക്കൂറിൽ പാകത്തിന് പറയുകയും 3 ദിവസം 1.5 മണിക്കൂർ പറഞ്ഞപ്പോഴും
ഇതെവിടെയാണ് ഇത് ചാക്യാർ കുറച്ചതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാണ്. അപ്പോൾ അതിനെ പാകപ്പെടുത്താനുള്ളൊരു കഴിവ് അത് മറ്റാർക്കും ഇല്ലാത്ത വിഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കൂടിയാട്ടത്തിന് ചിട്ടയിലുള്ളൊരു അഭിനയം വേണം എന്നുള്ളത് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ അതിനെ കുറേയും കൂടി ഒരു നല്ലൊരു സ്ട്രക്ചറിൽ കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇവിടെ അഭ്യാസം തുടങ്ങിയത്. അമ്മാവന്മാർക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അതെ, 2 പേർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അതിൽ രാമചാക്യാരും കൂടി ചേരുകയുണ്ടായിരുന്നത്. രാമചാക്യാർ ആ കാലത്തൊക്കെ സാധാരണ നിലയ്ക്കൊരു ചാക്യാർക്ക് വേണ്ടതൊക്കെ അഭ്യസിക്കുക കഴിഞ്ഞിട്ടുണ്ട്. കെടുങ്ങൂരിൽ ചെന്ന് അങ്കുലിയാംഗം, മന്ത്രാംഗം, മത്തവിലാസം തുടങ്ങിയിട്ടുള്ളതായി സാമാന്യം കഷ്ടിച്ച് പ്രബന്ധം പറയാറായിട്ടുണ്ട്. പക്ഷേ അത് പോരാ എന്ന് തോന്നിയിട്ട് ഇവിടെ വന്നിട്ടാണ് കൂടിയാട്ടം അഭ്യസിച്ചിട്ടുള്ളതെന്നും വിശേഷ പ്രബന്ധങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒന്നുകൂടി പറയണമായിട്ടുണ്ട്. ഇവിടെ വന്ന് പഠിക്കാനായിട്ട് അദ്ദേഹം ഭാര്യാ സഹോദരനാണ്. പഠിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പറയണത് കേൾക്കാൻ ഭാവം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം എന്നാണ്. ഇങ്ങോട്ട് എന്നോട് ചോദ്യം ചെയ്യരുത്, അങ്ങോട്ട് പറയണത് കേട്ടോളണം എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു അത്ര. ഞാൻ അങ്ങോട്ട് പറയണത് അനുസരിക്കുക എന്നല്ലാണ്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വരരുത് എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠയിലുള്ളതാണെന്നാണ് പറഞ്ഞേക്കണത്. എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ കാണുമ്പോൾ അദ്ദേഹം അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പിന്നീട് പറയണ കേൾക്കണതാണ്. അമ്മാവനൊക്കെ പറയണ കേൾക്കുന്ന കാര്യമാണ്. പിന്നെ അമ്മാവൻ്റെ വാക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരു എങ്കിലും ഒന്ന് പൂർണ്ണമാവാണ്ട് മേപ്പോട്ട് അങ്ങോട്ട് കിടക്കില്ല എന്നാണ്. ഒരു എന്തെങ്കിലും ഒരു പദം അഭിനയിക്കുകയാണെങ്കിൽ അത് എത്ര തവണ കാണിച്ചാലും നേരെ ആയാലേ മേപ്പോട്ട് കയറുള്ളൂ. ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, ഇന്ന് നിലവിലുള്ള കൂത്തിന്റെ സമ്പ്രദായം, അതായത് അവതാരിക വെച്ച് അന്വയിച്ച് കൂത്ത് പറഞ്ഞു തുടങ്ങിയത് ആദ്യകാലത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ ഓരോ പദവും എടുത്ത് പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് നിഷ്കർഷിച്ച് ഓരോ പദം എടുത്ത് പറഞ്ഞു പോകുന്നത്. അന്ന് 2 ശൈലിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കുട്ടഞ്ചേരി ശൈലിയും ഒന്ന് പൊതി ശൈലി. 2 ശൈലി ഉണ്ടായിരുന്നു. പൊതി ശൈലിയിലെ പദാർത്ഥത്തിന് ഈ പറഞ്ഞ പോലെ അവതാരിക വെച്ച് പൂർവപക്ഷം സമാധാനമായിട്ട് അർത്ഥവൈപുല്യത്തോടു കൂടി പറയുന്ന ഒരു രീതിയും, കുട്ടഞ്ചേരി ശൈലിയിൽ നേരമ്പോക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന 2 രീതിയാണ് കേമായിട്ട് പറയുന്നത്. ഈ 2 ശൈലിയും കൂടി സമന്വയിക്കാണ് ഉണ്ടായത്. ഈ പൊതിയ ശൈലി എന്ന് പറഞ്ഞാൽ പൊതി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛനാണ് തോന്നുന്നുണ്ട്. അദ്ദേഹം അവരെന്തോ ബന്ധമുണ്ട്. അപ്പോൾ ആ ശൈലി നാരായണച്ചാക്യാരെന്ന് പറയും, പൊതി നാരായണച്ചാക്യാർ എന്ന് തോന്നുന്നു. എനിക്ക് മുഴുവൻ അറിഞ്ഞിട്ടല്ല പറഞ്ഞത്. അപ്പോൾ ആ ശൈലിയും കൂടി ഈ നേരമ്പോക്ക് എന്നുള്ളത് കൂടി ചേർക്കുക. നേരമ്പോക്ക് എന്ന് പറയുന്ന ഇന്നത്തെ ഉള്ള നിലയ്ക്കുള്ള നേരമ്പോക്കല്ല. നേരമ്പോക്ക് പറഞ്ഞോളം നിർബന്ധമൊന്നുമില്ല. ഒരു ദിവസം കൂത്ത് കേട്ടിട്ട് തിരിക്കാനൊന്നും ഉണ്ടായില്ല എന്ന് വരാം. അതൊന്നും വിഷയമല്ല. ആ വേണ്ട ദിക്കിൽ മാത്രമേ നേരമ്പോക്ക് ഉണ്ടാവുള്ളൂ. ഉള്ള ദിക്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അതാണ് അന്ന് കേൾക്കണത്. പിന്നെ ഞാൻ ഒരിക്കലും ഒരാൾ വന്ന് ഇവിടെ ആരാന്ന് എനിക്ക് അറിയില്ല, ഞാൻ പൊടി കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. നിശ്ചത്ര ചെറുപ്പകാലത്താണ് സംഭാഷണം ചെയ്യുമ്പോൾ എന്താണ് കൂത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക്. അതാത് കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പറയണം. ഞാൻ ഏത് കഥാപാത്രത്തെയാണോ ഉൾക്കൊണ്ട് പറയണത്, ദുര്യോധനനാണോ കൃഷ്ണനാണോ രാമനാണോ രാവണനാണോ എന്നുള്ള ബോധത്തോടു കൂടി വേണം ഓരോ വാക്കും ഉച്ചരിക്കാനെന്നാണ്. അപ്പോൾ അതിനാ ശക്തി കിട്ടുന്നത്. ശ്രീരാമൻ പറയുന്ന അതേ വാക്ക് രാവണൻ പറയുമ്പോൾ മാറ്റം വരും. അപ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സ് അത് എന്താ എനിക്കറിയില്ല, അതായിരിക്കണം തോന്നുന്നു. അങ്ങനെ വേണം പറയാൻ. ഉച്ചാരണത്തിലും പറയണതിൽ അങ്ങനെ വേണം. ഇതാണ് മനസ്സിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അഭിനയം തന്നെയാണ് അത് വാചികം മാത്രമല്ല, ഇത് ഭാവത്തോടു കൂടി തന്നെ വരണം എന്നർത്ഥം. ഭാവം നമ്മൾ കണ്ടാൽ തന്നെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കേൾവി കൊണ്ട് ആസ്വാദനം വീണാവില്ല. കൊയ്ത്ത് കേട്ടാൽ പോരാ, കാണുന്ന വേണം എന്നർത്ഥം. ആ മുഖഭാവം കൂടി പ്രാധാന്യമുണ്ട്. ഉൾക്കൊണ്ടും കൊണ്ട് തന്നെ അഭിനയിക്കണമെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്നത്. അത് അനുകരിച്ചിട്ടുള്ള ആളാണ് അമ്മാവൻ. ഇനിയിപ്പോൾ ഈ കൂടിയാട്ടത്തിന് ആദ്യകാലത്തൊക്കെ മഠങ്ങളിലാണ് അഭ്യാസം നടത്തുന്നത്, ചാക്യാർ മഠങ്ങളിലാണ്. 1965 കേരള കലാമണ്ഡലത്തിൽ മുതലാണ് സ്ഥാപനം എന്ന രീതിയിൽ ചാക്യാരുടെ കീഴിൽ തുടങ്ങുന്നത്. ഏറെക്കുറെ അതേ സമയത്ത് തന്നെയാണ് അങ്ങേരെയും പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ അന്നത്തെ മഠങ്ങളിൽ ഉണ്ടായിരുന്ന അഭ്യാസത്തിന്റെ സമ്പ്രദായം എങ്ങനെയാണ് കൂടിയാട്ടം പഠിപ്പിക്കുന്നതിന്റെ സമ്പ്രദായം? 65 കൂടിയാട്ടം തുടങ്ങണ സമയത്ത് ഞാൻ 9-ലോ ഒറ്റ പഠിക്കുകയാണ്. അപ്പോൾ ചാക്യാർ, അദ്ദേഹം രാമേട്ടൻ എന്നൊക്കെ എല്ലാവരും വിളിക്കുക, അദ്ദേഹം പറയുണ്ടായി, എടോ കൂടിയാട്ടം ഒരു ഇത് തുടങ്ങുകയാണ്, താൻ അങ്ങോട്ട് വന്നൂടെ. പതിവുള്ള ഒരു 5 കൂടിയാട്ടവും രാമായണവും ഇതൊക്കെയാണല്ലോ അത്യാവശ്യം വേണ്ടത്. ഇതൊക്കെ 6 കൊല്ലം കൊണ്ട് പഠിപ്പിക്കാം, താൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു.
യഥാർത്ഥത്തിൽ പറഞ്ഞപ്പോൾ മോഹൻ ഉള്ളിലുണ്ടാവുകയും ചെയ്തു. പോകണം എന്നൊക്കെയാണ് മനസ്സിലുണ്ടായിരുന്നത്. താൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഏതായാലും എന്ന് പറഞ്ഞു. ഇത് ഇത്ര ആയല്ലോ എന്ന് പറഞ്ഞു. ശരി എന്ന് വെച്ചിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോകാനുള്ള സാഹചര്യം ശരിയായിരുന്നില്ല. ഇവിടുത്തെ ഒരു കാരണം പോകാൻ പറ്റിയില്ല. പിന്നെ അത് പഠിക്കുകയാണ് വേണ്ടേ, പഠിക്കാണ്ടിരിക്കാണ്ട് വേറെ എന്താ പഠിക്കാൻ വേണ്ടേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം അന്നത്തെ പരിസ്ഥിതി അങ്ങനെയാണ്. കൂടിയാട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നത്തേക്കാളും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് പഠിക്കാനുള്ളതിനൊരു താല്പര്യക്കുറവ് സ്വാഭാവികമായിട്ട്. പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ആകെ എല്ലാവരും പഠിക്കണ്ട എന്ന് പറയുന്ന അങ്ങനെ ഒരു സമയമായിരുന്നു. പിന്നെ മറ്റൊന്നും പഠിക്കാൻ പറ്റിയിട്ടുമില്ല. പിന്നെ അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്നെ തുടങ്ങുന്നത് ആദ്യം രാമായണം പ്രബന്ധം പഠിക്കുക, പിന്നെ അങ്കുലിയാങ്കം പഠിക്കുക. ഇത് രണ്ടുമാണ്. വെച്ചാൽ ഇവിടുത്തെ അമ്പലത്തിലത്തെ ആവശ്യമുള്ളത് എന്നുള്ള ഉദ്ദേശം തോന്നും. അതെ, അതാണ് ഉദ്ദേശം. അപ്പോൾ അത് പഠിച്ചു തുടങ്ങി. അതിൻ്റെ ഒപ്പം ഈ ഒരു കൂടിയാട്ടം വരുമ്പോൾ അതിലത്തൊരു ചെറിയ വേഷം പഠിക്കുക. അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ 1-2 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ധനഞ്ജയം പുറപ്പാട് മുതൽക്ക് അവസാനം വരെ 6 വേഷങ്ങൾ, 6 ദിവസത്തെ വേഷമാണ് വരിക. അത് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ശൂർപ്പണാങ്കം, പിന്നെയാണ് തോരണയുദ്ധം ഒക്കെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ബാലിവധം. ഇങ്ങനെയാണ് ഒരു കൊല്ലം ഒരു കൂടിയാട്ടം പഠിക്കുക എന്നുള്ളതൊക്കെയാണ് അങ്ങനെ പഠിക്കാനുണ്ടായത്. പുറപ്പാട്, അതിൻ്റെ നിർവഹണം, അങ്ങനെ ക്രമത്തായാലും എന്തൊക്കെയാണ് വെച്ചാൽ ഒക്കെ പഠിക്കാനുണ്ടായത്. പക്ഷേ കലാമണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ സിലബസ്സാണ്. സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഒരു ഇയറിൽ പഠിക്കേണ്ട സിലബസ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പണ്ട് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ രാമേട്ടനും ഇവരുടെ കാലത്തൊക്കെ പഠിപ്പിച്ചിരുന്നു. സിലബസ് ഉണ്ടെങ്കിലും പഠിപ്പിച്ചിരുന്നു. ഇപ്പൊക്കെ ഒരു സിലബസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് പഠിക്കേണ്ടായിരിക്കുന്നത്. അതിന് ശേഷമാണ് 82-ലാണ് അശോന്യാങ്കത്തിൻ്റെ ഏറെക്കുറെ പഠിക്കുന്നത്. മുഴുവനായിട്ട് പഠിച്ചു എന്ന് പറയാൻ പാടില്ല. ഇവിടെ അശോന്യാങ്കം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി ക്രമത്തിൽ അങ്ങോട്ട് പഠിക്കുക അങ്ങനെ ഒന്ന് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. രാമായണം പ്രബന്ധമാണ് ശരിക്ക് അന്വയിച്ച് മുഴുവൻ പഠിച്ചിരിക്കുന്നത്. ആദ്യം മുതൽക്ക് അവസാനം വരെ ഒരു കാവ്യം പഠിക്കണ പോലെ പദം മുറിച്ച് വിഭക്തി പറഞ്ഞ് അന്വയിച്ച് ഇങ്ങനെ ആ രീതിയിൽ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ക്രമത്തിന് ആദ്യകാലത്തൊക്കെ പഠിക്കുമ്പോൾ ഉച്ച നേരത്താണ് പഠിക്കാറ്. ഈ നേരത്തൊക്കെയാണ് രാമായണം പഠിക്കുക. സന്ധ്യ നേരത്താണ് അങ്കുലിയാങ്കം ശ്ലോകം ചെല്ലുക. അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നീട് അതിന് മാറ്റം വരുത്തി. കാലത്ത് ഊണിന് മുമ്പായിട്ട് പഠിക്കുക. പിന്നൊക്കെ ഒരു സൗകര്യം പോലെയാണ്. എപ്പോഴാണ് തോന്നിച്ചാൽ അതെ വെളുപ്പാൻ കാലത്ത് എന്നിട്ട് ഒരു 4 മണി 3:30-4 മണി അടുത്ത് ചൊല്ലിയാട് മുഴുവൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം. അന്ന് കൊച്ചുട്ടമാനും ഉണ്ടായിട്ടുണ്ട് ഒരു കൊല്ലം. ഒന്നിച്ച് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ കൊച്ചുട്ടമാനാണ്. തുടക്കമൊക്കെ നിത്യക്രിയ പഠിപ്പിക്കൽ. പിന്നെ ഒരു ഗുരുനാഥനും എന്താ പറയുക സഹപാഠിയും സുഹൃത്തും എല്ലാമാണ്. അപ്പോൾ ഇത് അന്യോന്യം എന്തുകൊണ്ട് ചോദിക്കാം, പറയാം, മനസ്സിലാക്കാം, അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. മറ്റു പത്രം ഒരു ലേശൊരു ഇതുണ്ടായിരുന്നു. 2 അമ്മാവന്മാരും 3 അമ്മാവന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഇതായിട്ട്. കൊച്ചുമാനും പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ രീതിയിൽ ചിട്ടയിൽ പഠിപ്പിക്കുക എന്നല്ല, നമ്മളൊരു സുഹൃത്ത് ബന്ധം പോലെ പഠിക്കുകയാണ്. അപ്പോൾ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രീതിയിലാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെയാണ്. ആദ്യം തുടക്കമൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് പഠനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. അങ്ങനെയാണ്. കേട്ട് പഠിക്കുക തന്നെയാണ്. പിന്നെ ചോദിക്കാൻ ആദ്യത്തെ ദിവസം പറയണ ദിവസം ഒന്നും ഇങ്ങനെ പറഞ്ഞു തന്നു. ഒന്നിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നു. അതും കൊച്ചുമാൻ്റെ അടുത്താണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ ആ ഇത് മുഴുവൻ പറയലും അത്. പിന്നെ നമുക്ക് പഠനങ്ങൾ ശരിയാക്കാൻ പറ്റാത്തത് എന്താണെന്നും ചോദിച്ച് അങ്ങനെ 1-2 പറഞ്ഞു തരാമെന്നല്ലാണ്ട് മറ്റൊന്നും അതൊക്കെ സ്വയമേവ ആലോചിച്ച് പറയുക എന്ന് പറയും. അല്ലാതെ കണ്ട് പറഞ്ഞു തരേണ്ട ഇല്ല, ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ സമ്പ്രദായം ഇല്ല, ഉണ്ടായില്ല. എനിക്കുണ്ടായിട്ടില്ല. അതെ. അപ്പോ അദ്ദേഹത്തിന്റെ അരങ്ങുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ചും വാക്കിനെ കുറിച്ചും കൂത്തിന്റെ സ്വഭാവവും അഭിനയത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹം കൂടിയാട്ടത്തെ സമീപിച്ചിരുന്നത്? ഓരോ കഥാപാത്രം എങ്ങനെയാണ് സമീപിച്ചിരുന്നത്? അല്ലെങ്കിൽ കൂടിയാട്ടം ചെയ്യാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്? കൂത്തു പറയുമ്പോഴത്തെ അദ്ദേഹം ഏത് ചെറിയ കാര്യമായാലും വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കാറുള്ളൂ. അല്ലാണ്ട് നിസ്സാരമായിട്ടൊരു കാര്യം ചെയ്യാറില്ല. അതിനു വേണ്ടി നല്ലോണം തയ്യാറെടുത്തിട്ട് തന്നെ പോകുള്ളൂ. ഇപ്പോൾ എനിക്ക് തൃശ്ശൂർക്കൊക്കെ പോകുമ്പോൾ നല്ലോണം അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ട്രങ്ക് പെട്ടിയാണുണ്ടാവുക, കയ്യിലുണ്ടാവുക. ട്രങ്ക് പെട്ടി നിറച്ച് പുസ്തകമായിരിക്കും. ഈ അല്ലാണ്ട് അദ്ദേഹത്തിന് ഡ്രസ്സിലൊന്നും ഒട്ടും ഭ്രമമില്ല. വളരെ ഒരു 2 മുഷിനും മുണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് നിറച്ച് പുസ്തകങ്ങളാണ്. മുഴുവൻ റെഫർ ചെയ്യാനുള്ളതാണ്. കൂത്തിന് വേണ്ടിയിട്ട്
നോക്കാനുള്ള പുസ്തകങ്ങളാണ് മുഴുവൻ ഉണ്ടാവുക. എന്തൊക്കെ എവിടെയൊക്കെ വേണം, ഈ പുസ്തകം എവിടെ കിട്ടാണ്ടെന്ന് വെച്ചാൽ അവിടെ വരുത്തി അത് നല്ലോണം നോക്കിയിട്ടാണ് അത് പറയുള്ളൂ ഈ ഭാഗം. അതുപോലെ കൂടിയാട്ടത്തിലായാലും വേണ്ടില്ല, ഏത് കഥാപാത്രത്തിലായാലും വേണ്ടില്ല, വേണമെന്ന് തലേ ദിവസം അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് തന്നെ നിശ്ചയിച്ച് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കണ കാണാം. ഇപ്പോൾ തൃശ്ശൂർ ചെല്ലുമ്പോൾ ഏത് കൂടിയാട്ടമായാലും ആ നാടകം ആദ്യം അവർക്ക് ചൊല്ലി തുടങ്ങും. ബൂത്തുകാരൻ 40 ദിവസം ഒപ്പം ഉണ്ടാവാറുണ്ട്. രാത്രി ഊണ് കഴിഞ്ഞാൽ വയ്ക്കുമ്പോൾ അതിന് അന്ന് ആ കൊല്ലത്തെ കൂടിയാട്ടത്തിന് നാടകം ചെല്ലലാണ്. ഇതിന്ന് തന്നത്തെ വെറുതെ ഇങ്ങനെ ചെല്ലുക. ഇതൊരു തയ്യാറെടുപ്പാണ് ചെയ്യണത്. പിന്നെ തലേ ദിവസം രാത്രിയിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാലാണ് പലതും തയ്യാറെടുക്കുന്ന സ്വഭാവമുള്ളത്. അത് ചാച്ചുമാവന് അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. രാത്രി ഊണ് കഴിഞ്ഞാലാണ് പിറ്റേ ദിവസം ചെയ്യണതിൻ്റെ തയ്യാറെടുക്കാത്തത്. അന്ന് ഇലക്ട്രിക് ലൈറ്റ് ഒന്നുമില്ല, വെറും അരിക്കലാമ്പ് ലൈറ്റിലാണ്, ഗ്രന്ഥമൊക്കെയാണ് ഉണ്ടാവുക. ഇരുന്ന് നോക്ക് മുഴുവൻ കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ അത്ര. അപ്പോൾ കിടക്കുക എന്നുള്ളതിന് നേരം കുറേ വൈകും, എണീക്കുന്നതിന് അത്ര നിർബന്ധമുള്ള ആളല്ല. അപ്പോൾ പിന്നെ അങ്ങനെ പകലല്ല രാത്രിയായിരുന്നു നോക്കുന്നത്. ആ കൂട്ടത്തിൽ നല്ലോണം നോക്കുന്നുണ്ട്. പകലും കുളിയും അദ്ദേഹത്തിൻ്റെ നാമം ജപമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിലേക്കാണ് പോവുകയും. ഒരാൾ വരണത് വർത്തമാനം വരണം ഒന്നും ഇഷ്ടമല്ല. അത് അതിനൊക്കെ പിന്നെ പറയാം എന്ന് പറയുള്ളൂ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയം ഇത് കഴിഞ്ഞാലത്തെ സമയം ഉണ്ടല്ലോ, അത് അന്നത്തെ കൂത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോടെങ്കിലുമൊക്കെ സൗഹൃദ സംഭാഷണം. ഈ വടക്കാഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഒരു കൂത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു നമ്പീശൻ പറയുന്നുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലളിതമായിട്ട് കൂത്ത് നടത്താവുന്ന ആൾ അദ്ദേഹം. ഒരു വിഷമങ്ങളും ഇല്ല അദ്ദേഹത്തിന്. രണ്ട് കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ എന്നാണ്. എന്താ വെച്ചാൽ കൂത്തിന് കിട്ടുന്ന കാപ്പി നന്നായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞാൽ ആരാച്ചാൽ ചെയ്ത് പറയും. ബാക്കിയുള്ള ഒരു കാര്യം നിർബന്ധമില്ല. അത് ചേച്ചി വിളിക്കാൻ എണ്ണയും കിട്ടണം. ഇതാണ് രണ്ട് കാര്യമാണ് നിർബന്ധമുള്ളത്. കാലത്ത് അദ്ദേഹത്തിൻ്റെ കുളിയും ദേവാരം കഴിഞ്ഞ് വന്നാൽ പുസ്തകം എടുത്ത് അദ്ദേഹത്തിൻ്റെ വാലാൻ അടച്ചാൽ പിന്നെ അദ്ദേഹം ഊണ് കഴിക്കാൻ 11:30 മണിയാകുമ്പോൾ വാല് തുറക്കുകയുള്ളൂ. അതുവരെ പുസ്തകം നോക്കി തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഊണ് കഴിക്കാനായിട്ട് അദ്ദേഹം അവിടേക്കാ പോകണ നേരത്ത് ആ ഊണ് കഴിഞ്ഞ് വരുന്നവരെ വല്ല വർത്തമാനം പറയാം. അത് കഴിഞ്ഞു പിന്നെ അദ്ദേഹം മിണ്ടില്ല. രാത്രി സന്ധ്യ കഴിഞ്ഞ് 7 മണിക്ക് എപ്പോഴാണ് കൂത്ത് കഴിഞ്ഞാൽ 8 മണിക്ക് എപ്പോഴാണ് കൂത്ത് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് എത്ര നേരം മണി വർത്തമാനം പറയാം. രാത്രിയിൽ നിന്ന് 1 മണിയോ 2 മണിയോ ഒക്കെ വരെ ഇരുന്ന് വർത്തമാനം പറയാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത് ഇങ്ങനെ ഒരു പടിപടിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കൂത്ത് കേട്ടപ്പോൾ എന്താ തോന്നാറ്? കേൾക്കുമ്പോൾ കൂത്ത് കുറേ ധാരാളം കേട്ടിട്ടുള്ള ആളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മറ്റുള്ളവരുടെ കൂത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കൂത്തിന്റെ അവതരണത്തിലെ പ്രത്യേകത? എനിക്ക് തോന്നാറ് ആ കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നുണ്ട് തോന്നും. നമ്മളിപ്പോൾ ഏത് കഥാപാത്രത്തെയാണോ അവതരിപ്പിക്കണമെന്ന് വെച്ചാൽ ആ കഥാപാത്രം അങ്ങനെ അവിടെ ഉണ്ടെന്ന് തോന്നുക. ഇപ്പോൾ ദൂതൻ്റെ ഭാഗമൊക്കെ പറയുമ്പോൾ കൃഷ്ണനും ദുര്യോധനനും കൂടി ഇരുന്ന് ആ ഒരു രംഗമാണ് അവിടെ ഉണ്ടാവും. ആ ഒരു സദസ്സ് അവിടെ ഉണ്ടെന്ന് നമുക്ക് ആ അനുഭവത്തിൽ നിന്ന് തോന്നും. അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം. അവിടെ അങ്ങോട്ട് ജീവൻ ഉണ്ടാവുക ആ രംഗത്തിന്. ഇപ്പോൾ ചില ചിത്രം വരച്ചാൽ ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ കഥയിൽ കൂടെ അവിടെ അങ്ങോട്ട് ഉണ്ടാക്കി തീർക്കുക. അതുപോലെ തന്നെയാണ് അഭിനയത്തിലും അങ്ങോട്ട് ജീവൻ അങ്ങോട്ട് ഉണ്ടാവുക. അതങ്ങോട്ട് ആയിത്തീരുക, ആ കഥാപാത്രം ആയിത്തീരുക എന്ന് പറയുന്ന പോലെയാണ് ഒരു ഉണ്ടാവുന്നത്. പലതിനും അവിടെ ആ ആളായി തോന്നുന്നു. അതാണ് പ്രത്യേകത എനിക്ക് തോന്നാറുള്ളത്. അദ്ദേഹത്തിന് പൊതുവെ പറഞ്ഞു കേട്ടുള്ള അദ്ദേഹം ഈ സദസ്സിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് പൊതുവെ എപ്പോഴും നമുക്ക് നമ്മുടെ സദസ്സ് ഏതാണെന്ന് നോക്കിയിട്ട് ആ സദസ്സിന് താല്പര്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുള്ളതാണല്ലോ, സദസ്സ് അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ളത് അദ്ദേഹം സദസ്സ് എങ്ങനെയുള്ളതാണെന്നൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം കണക്കാക്കാറില്ല. അദ്ദേഹം പറയാനുള്ള അതുപോലെ പറയണം, ഒരു മാറ്റമൊന്നും വരുത്തില്ല. വേണമെങ്കിൽ ആസ്വദിക്കാൻ, അല്ലെങ്കിൽ വേണ്ട. ഏറെക്കുറെ ശരി തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. പിന്നെ പറയണതാവുമ്പോൾ അനുഭവം കുറയുന്നു മാത്രം. ആളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് കുറയെങ്കിലും വേണ്ടില്ല. അപ്പോൾ അതിൽ മാറ്റം വരത്തില്ല. അഭിനയത്തിൽ അങ്ങനെ തന്നെയാണ്, പറയണതിൽ എങ്ങനെയാലും വേണ്ടില്ല. അപ്പോൾ ആളില്ല, ഒരാളെ ഉള്ളൂ വെച്ചിട്ട് അഭിനയത്തിലേക്കൊന്നും കുറവ് വരത്തില്ല. അതേപോലെ അഭിനയിക്കും. അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ആ പറഞ്ഞത് ശരി തന്നെയാണ്. വളരെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങയെ സംബന്ധിച്ചോളം അങ്ങ് കൂടിയാട്ടം ചെയ്യുമ്പോൾ കൂടിയാട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഥകളി പോലെയല്ല. കഥകളിയേക്കാളേറെ കഥകളിയിലാവുമ്പോൾ ഒരു കഥാപാത്രമായിട്ടാണ് രംഗത്തേക്ക് വരുന്നത്. കൂടിയാട്ടത്തിലെ നാടകത്തിൽ കഥാപാത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും പല സമയത്തും പകർനാട്ടത്തിലേക്ക് ഏകദേശം ഒരു കഥ പറയുന്ന സ്വഭാവത്തിലേക്ക്. ഇപ്പോൾ രാവൺ പോരണയുദ്ധത്തിൽ അഭിനയിക്കുമ്പോൾ പാർവതിയാവുന്ന കൂടിയിട്ട് ശിവനായിട്ടും പാർവതിയായിട്ടൊക്കെ മുഴുവൻ സമയം കഥകളിലും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ വേഗം അങ്ങോട്ട് കഴിയും. ഇത് മുഴുവൻ ശിവനായിട്ടും മുഴുവൻ പാർവതിയായിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വേഷം കെട്ടുമ്പോൾ, കഥാപാത്രം മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വേഷം കെട്ടുമ്പോൾ അതിന് എന്തെങ്കിലും
തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടോ? അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്താറുണ്ടോ? പ്രത്യേകിച്ചൊന്നും പതിവൊന്നുമില്ല. അങ്ങനെ ഒരു തയ്യാറെടുപ്പുകളുടെ വിഷയം വരില്ല. നമ്മളൊരു അത് നമ്മുടെ ഒരു ശൈലിയായിട്ട് തന്നെ വരുന്നുണ്ട്. അല്ലാതെ അതിനായിട്ട് ഒരു പ്രത്യേക തയ്യാറെടുപ്പ് എടുത്തതായി തോന്നുന്നില്ല. ഇല്ല 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 ഇല്ല. അപ്പോൾ അത് അനുഭവം അല്ല അത്ര തന്നെ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അത് പഠിക്കുന്ന രീതിയിൽ പഠിച്ചു. അത് ആ രംഗത്ത് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പരിമിതി ചെയ്യണു. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആവില്ല, ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ അത്ര നന്നാവില്ല. അങ്ങനെയാണ് വരാറ്. പിന്നെ അതിന് ഇവരുടെ കൂട്ടത്തിൽ ഭാഷാത്തിലുള്ളൊരു വാമപ്പൊന്നും ഇല്ല, നമുക്കില്ല. വാമപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാൻ രീതിയില്ല. കാരണം ഇവിടെ ഒരിക്കലും ബാല്യദിവസം കൂടിയാട്ടം ഉണ്ടായി. ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു കാണാനായിട്ട്, ഈ സ്വീഡനിൽ നിന്ന് വന്ന അവരായിരുന്നു അധികം ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞു, ബാല്യദിവസം കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് പോരുകയും ചെയ്തു. അവരെന്നിട്ട് എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ബാല്യ വേഷം കെട്ടിയ ആളാരാന്ന് അന്വേഷിച്ച് നോക്കുന്നത് കാണാൻ പറ്റുന്നില്ല. കാരണം അവർ ആണിയറയിൽ വന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറയണത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേണുജിയോട് പറഞ്ഞു ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ, എന്നും അവിടെ ഉണ്ടാവും, ഈ സമയത്ത് അവിടെ ഉണ്ടാവും, കൂരിയാട്ടം തുടങ്ങിയ അവിടെ ഉണ്ടാവുന്നു. ഞങ്ങൾ കണ്ടില്ല എന്നാണ്. പിന്നെ കണ്ടപ്പോഴാണ് അവർ അത്ഭുതമായി എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇത്രയും കഴിഞ്ഞിട്ട് ഒരാളെ ഞങ്ങളുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ നേരെ എടുത്തു കൊണ്ടുകൊണ്ട് വരും. ഇത് കഴിഞ്ഞപ്പോൾ ആൾ വന്നപ്പോൾ അവിടെ കൂളായിട്ട് കണ്ടു, ഞങ്ങൾ അണിയറെ കണ്ടു, കൂളായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആളാണ് ബാല്യ വേഷം കെട്ടിയെന്ന് നമുക്ക് തോന്നിയില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് എന്താ പറഞ്ഞ വേണിജി പറഞ്ഞു അവർക്കൊക്കെ നാടകത്തിന് ഒരു വാമപ്പ് എടുക്കുന്നുണ്ട്, കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഒരു വല്ലാത്തൊരു ആവശ്യകത ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല അതിനെ പറ്റി. അത് എന്താ എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഒരു ശൈലി അതാണ്. നമുക്കതിലൊരു തിരിച്ചു വരാനും പറ്റുന്ന രീതി ഉണ്ട്. അതിലിപ്പോൾ എന്താ ചാച്ചുമാൻ അമ്മാവനോട് പറഞ്ഞ രീതി പറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പഠിക്കാൻ പോയപ്പോൾ കൊടുങ്ങല്ലൂർ ശൈലി പൂർണ്ണമായിട്ട് കൂടിയാട്ടത്തിലേക്ക് യോജിച്ചതല്ല എന്നാണ് ചാച്ചുമാൻ പറഞ്ഞു, അമ്മ പറഞ്ഞതാണ്. അവിടെ എന്താ വെച്ചാൽ ഒരു നരസിംഹം കൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നരസിംഹം, മരണം തുടങ്ങിയ ഇതാണ്. അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ആളങ്ങോട്ട് തടർന്നു വീഴുകയാണ്. ശരിക്കും നരസിംഹം അങ്ങോട്ട് അത്ര തോന്നിക്കത്രേ. അത് കഴിഞ്ഞാൽ ആളങ്ങോട്ട് തടർന്നു വീണു. പിന്നെ കുറച്ച് നേരം വീശണം, വെള്ളം കുടിക്കണം, കഴിഞ്ഞാൽ ഇതൊന്ന് കൂടിയാട്ടത്തിലേക്ക് അങ്ങനെ ഒരു അഭിനയം പറ്റില്ല. കാരണം ഇത് കഴിഞ്ഞു നരസിംഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടക്കുകയാണ് അഭിനയം. അതിൻ്റെ ചുടക്കേ ഉള്ളൂ, ഇനി അനവധി കിടക്കണു. അപ്പോൾ അതൊന്നും അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നല്ലാണ്ട് അതിവിടെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഇവർക്കൊരു നമ്മുടെ ഒരു ഇത് ഒരു വരെ പറ്റുള്ളൂ ആണ്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം കൊടുങ്ങൽ കളരിയിൽ നിന്നാണ് ഇതിന്റെ രീതികൾ മനസ്സിലാക്കിയിട്ടുള്ളത് പറഞ്ഞത്, ഒരു മരണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഒരു ഭാഗം ഇതുപോലെ ഗൗരവമുള്ള ഒരു ഭാഗം അഭിനയിച്ച നരസിംഹാവതാരോ എന്തായാലും ഒരു ഗൗരവമുള്ള ഭാഗം അഭിനയിച്ചാൽ പിന്നത്തെ ഭാഗം വളരെ ഒരു പതിഞ്ഞ മട്ടില് അതേ ഘനത്തിലല്ല പിന്നെ അഭിനയിക്കുക. പിന്നെ അടുത്ത ഭാഗത്തിന്റെ ഘനത്തിലേക്ക്. അപ്പൊ അത് ഈ ചാച്ചുമാൻ പറഞ്ഞു എന്ന് പറയുന്ന, അതായത് ഇങ്ങനെ അത്രയും നേരം ശക്തി എടുത്ത് അഭിനയിച്ചാൽ പിന്നെ തുടർന്ന് അഭിനയിക്കാനുള്ളതാണെന്നൊരു ബോധമുള്ളതുകൊണ്ട് വളരെ ബോധപൂർവം അതിനെ സ്വാഭാവികമാവാം, ഉണ്ടാവാം. കാരണം എന്ന് വെച്ചാൽ തുടർന്ന് പലതും ചെയ്യാണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും ഒരു എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അതെ അതെ അതെ. ഞാൻ ഇത് എന്നും വേണം എന്ന് ബോധത്തോടു കൂടി ചെയ്യണം എന്ന് ചുമ്മാൻ പറഞ്ഞു എന്ന് അമ്മാവനെ പറയാറുണ്ട്. നാളെയും വേണം, എന്നും വേണം, ഇത് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള ബോധത്തോടു കൂടി വേണം ഇന്ന് രംഗത്ത് നിൽക്കാനെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ അഭിനയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവതരണങ്ങളും അദ്ദേഹം വളരെ അനുഷ്ഠാനമായിട്ട് തന്നെ കലക്ഷേത്രത്തിൽ ചെയ്യണതാണെന്നുള്ള സങ്കല്പത്തില് അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു? പുതിയതായിട്ട് പഠിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം രീതിയിലാണ് എന്താണ് ചിട്ടയിൽ പഠിച്ചേക്കണത് അത് അതേപോലെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ തൻ്റേതായിട്ടൊന്നും കലർത്താതെ കണ്ട് അത് അതേപോലെ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പടപുറപ്പാടൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. എന്നുവെച്ചാൽ പഴയ ശൈലിയിൽ തന്നെ ചിന്തിക്കണം, അല്ലാണ്ട് ഇപ്പോഴത്തെ ശൈലിയിലല്ല. വളരെ ഒരു ലളിതമായിട്ട് ഒരു നിഷ്പ്രയാസം ചെയ്യുന്നതായിട്ടാണ്. രംഗത്ത് ചെയ്യുമ്പോൾ താൻ ചെയ്യുന്നതൊക്കെ ഒരു ക്ലേശിച്ച് ചെയ്യണതാണെന്ന് തോന്നില്ല, ഒരു നിഷ്പ്രയാസമാണ് ചെയ്യുക. പിന്നെ അത് വിചാരിക്കുന്ന അങ്ങനെ അത്രതൊരു അനുഭവം ഉണ്ടാക്കണം, അത് ചിന്തയില്ല. ജനങ്ങൾക്ക് അനുഭവമാവോ എന്നില്ല. ഞാനത് എങ്ങനെയോ അത് അതേപോലെ ഇങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനോടുള്ള അനുഷ്ഠാനം എന്നുള്ളത് പറഞ്ഞല്ലോ, അതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. അതൊരു അവനവൻ്റെ ഒരു കലയേക്കാളും അപ്പുറത്ത്
ഇതൊരു ദൈവികമായൊരു സമർപ്പണമാണ്, കുലധർമ്മമാണ്, തൻ്റെ കുലവൃത്തിയാണ് എന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് തനിക്കൊരു വേണ്ടിയിട്ടല്ല. സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പ്രശസ്തിക്ക് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടൊക്കെ അല്ല. അതൊന്നും ചിന്തയില്ല. അതൊക്കെ വരണമെങ്കിൽ വന്നോട്ടെ, വേണ്ടാന്നൊന്നുമില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യലില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇനി ഈ ഉഴിച്ചിലിനെ കുറിച്ച് ചാച്ചേക്കരുടെ കാലത്താണ് ആദ്യമായിട്ട് കുടിയാട്ടത്തിൽ ഉഴിച്ചിൽ കൊണ്ടുവന്നത് പറഞ്ഞു. പക്ഷെ കുട്ടേട്ടന്റെ കാലത്ത് അങ്ങനെ ഉഴിച്ചിലുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കൊല്ലം ഉഴിച്ചിലുണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് ഈ സാമ്പത്തിക പ്രശ്നം വല്ല പ്രശ്നം ഒന്നുണ്ട്. ഉഴിച്ചിലിന് വേണ്ടിയിട്ട് ചിലവ് ചെയ്യാനും ബുദ്ധിമുട്ടാനൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. കാരണം ഏറ്റവും ദാരിദ്ര്യം വന്ന കാലത്താണ് ഞാനിത് പഠിക്കാൻ തുടങ്ങുന്നത്. കാരണം ഈ ഭൂനിയമം വന്ന് എങ്ങനെയാണ് നിത്യവൃത്തി കഴിയേണ്ടതെന്നുള്ള നിശ്ചയില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ് അത്. കാരണം അന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ 70-ന് ശേഷമാണ് ഈ ഒരു ഇത് കിട്ടുന്നത്, അക്കാദമിയിൽ നിന്നൊരു ധനസഹായം കിട്ടുന്നത്. ഒരു കൊല്ലൊറ്റ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. കുട്ടനാശാൻ അവിടെ അങ്ങോട്ട് പോകാൻ, അവരുടെ കൂടെക്ക് അങ്ങോട്ട് പോകാൻ പോയി. അത് കഥകളി ഉഴിച്ചിലാണ് ഉണ്ടായത്. അത് അവരുടെ ചിട്ടയിലുള്ള ഉഴിച്ചില്ല. അതിൽ നല്ല അതെ ഉണ്ടായത്. കുട്ടനാശാന്ന് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം, നല്ല ശക്തിയുള്ള ഉഴിച്ചിലാണ് ഉണ്ടായത്. പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ പല കാരണങ്ങളും ഉണ്ടായില്ല, ഓരോന്ന് അവസരം ഉണ്ടായില്ല. എന്താണ് അത് കാണുമ്പോൾ അതിൽ ഇപ്പോൾ ഒരിക്കലും നമുക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ചാച്ചുമാൻ്റെ അല്ലെങ്കിൽ ലക്ഷ്മിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു അവതരണം ഇനിയിപ്പോൾ അങ്ങനെ ഒരു സദസ്സുമില്ല, അത്ര സമയമൊന്നും ഇല്ലല്ല. പക്ഷെ പുതിയ നടന്മാരുടെ അവതരണം കാണുമ്പോൾ എന്താണ് അതുകൊണ്ട് എന്താണ് കാണുമ്പോൾ തോന്നാറുള്ളത്? അല്ലെങ്കിൽ എന്തൊക്കെ അതിൽ നല്ലതാണെന്നോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണ്ടതാണെന്നൊക്കെ തോന്നുന്നു? അല്ലെങ്കിൽ അവരുടെ സമീപനം, കലാകാരന്മാരുടെ കലാകാരികളുടെ ഒക്കെ സമീപനമൊക്കെ? സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സമീപനമാണ്. നമുക്ക് ബഹുമാനവും പേടിയും അല്ലെങ്കിൽ ഭയവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനൊരു കാലമായിരുന്നു. അതിൽ നിന്നിപ്പോൾ അവർക്ക് പുതിയ തലമുറയിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പിന്നെ എനിക്കൊക്കെ ഒരു സാധനം വേണമെന്ന് വിചാരിച്ചാൽ കഴിയുന്നത് വരെ വല്ലാത്തൊരു മാനസിക ടെൻഷൻ ഉണ്ടാവുക. എത്ര തവണ കഴിഞ്ഞതായാലും വേണ്ടില്ല, കഴിയുന്ന ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അതില്ല. എന്ത് വേണമെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കൂസലും ഇല്ലാണ്ട് കയറാൻ പറ്റുന്നുണ്ട്. നമുക്കതെല്ലാം ഒരു ആകാംക്ഷയുണ്ട്, നേരെയായില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ടാവും. ഇപ്പോൾ ഇന്നാളിപ്പോൾ ഇവിടെ കുന്നുകുളത്ത് അശനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കഴിയുന്നവരെ കുറേ പ്രാവശ്യം കഴിഞ്ഞതാണ്. പക്ഷേങ്കിലും ഒരു മാനസിക ഒരു ഇതുണ്ടാവും. ഇപ്പോൾ തലമുറയ്ക്ക് അതില്ല. അതാണ് ഏറ്റവും അതിലത്തൊരു, അത് ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്കറിയില്ല. ഒരു തനിക്ക് നന്നെന്ന് പറയാം. ഭയമില്ല, പക്ഷേ നന്നായില്ലെങ്കിലോ എന്നൊരു അതാണ് ഭയം. അത് അങ്ങനെ ഒരു ആശങ്ക എന്നുള്ളത് അവർക്കില്ല. പിന്നെ ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാലാണ് ശരി എന്നുള്ളത് തന്നെ അറിയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ മുമ്പ് പറയാറ് ഇതായിട്ടുള്ള കല ഇപ്പം ഇല്ലാണ്ടായിക്കണം, കലർന്നുകൊണ്ട് കലയായിക്കണം. കൂടിയാട്ടം എന്നുള്ള പുണ്ണസാർ പറഞ്ഞ കൂട്ടത്തിൽ കൂടിയാട്ടക്കാരന് കഥകളിയെ അനുകരിക്കാനാ മോഹം, കഥകളിക്കാരന് തുള്ളക്കാരനെ അനുകരിക്കാനാ മോഹം എന്ന് അദ്ദേഹം പറയാറുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ അനുകരണമാണ്, കൂടിയാട്ടക്കാരനെ അനുകരിക്കാനല്ല, മറ്റൊരു ആളെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഒരു ഇത്തരത്തിൽ വരുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും നാടകത്തിനെ അനുകരിക്കുന്നു, കഥകളിയെ അനുകരിക്കുന്നു, അങ്ങനെ പലതിനെയും, സിനിമയെ അനുകരിക്കുന്നു. ഇങ്ങനെ പല അനുകരണങ്ങളാണ് ഇപ്പോൾ ഇതിലത്തെ ഏറ്റവും വലിയൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നമ്മളെയൊക്കെ മുമ്പ് നമ്മളിപ്പോൾ അമ്മാവനെ അനുകരിക്കാൻ നോക്കുക, അത് പറ്റുമോ എന്നൊക്കെ, അത് ശ്രമിക്കാൻ സാധ്യമാവുമോ എന്നുള്ളതല്ല ചിന്തിക്കണത് എന്നത്. അതിനൊക്കെ കുറച്ചും കൂടി ലളിതം ഏതാണെങ്കിലും ശരിയല്ല, എന്നാലും മറ്റു കലാകാരങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമമാണ് ഇപ്പോൾ കാണുന്നത്, പലരുടെ അഭിനയത്തിൽ കാണുന്നത്. പിന്നെ ഉൾക്കൊണ്ടും കൊണ്ട് അഭിനയിക്കുക എന്നുള്ളത് ഇപ്പോൾ പൂവ് കഴിഞ്ഞു. ശാരീരികമായിട്ടുള്ള ചലനം, ഇപ്പം അത് കലാമണ്ഡലത്തിൻ്റെ ഒരു സങ്കലനം കൊണ്ട് വരണതാണോ ശരിയാ. കലാമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന ഒരു വിഷയം ശാരീരികമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ പെർഫെക്ഷന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉൾക്കൊണ്ടും കൊണ്ട് അത് പുറത്തേക്ക് വരുത്താനുള്ളത് ഇല്ലാണ്ടാവുക. അതിപ്പോഴത്തെ പുതിയ തലമുറയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിഷമമാണ്. അത് എല്ലാവരിലേക്കും ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കൊടുക്കുന്നുണ്ടോന്ന്, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം ഉണ്ട്, ഇല്ലായില്ല. പക്ഷേ മനസ്സിൻ്റെ പ്രാധാന്യത്തെ കവച്ച് വെച്ച് ശാരീരികമായിട്ടുള്ളതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതൊരു പരിധി വരെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നാടകത്തിൻ്റെ ഒക്കെ ഒരു സ്വാധീനം,
അപ്പൊ അതുകൊണ്ട് ഈ മാനസിക വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് പുറത്തേക്ക് വന്ന് അത് പ്രേക്ഷകരിൽ എത്താൻ വളരെ സമയം എടുത്തിട്ടും അത്രയും പണ്ഡിതന്മാർക്കകത്തോ ശൃംഗാരം അഭിനയിക്കുന്ന ശൃംഗാരത്തിന്റെ 10 അവസ്ഥകൾ എന്താണ്, ആ കഥാപാത്രം എത്ര വരെ ശൃംഗാരം ആവാം എന്നൊക്കെയുള്ള കുറെ വിഷയങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ശരീരത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പറഞ്ഞാൽ പറയാ ഒരു അബ്സ്ട്രാക്ട് എന്നൊക്കെ പുതിയ ഭാഷയിൽ പറയുന്ന പോലെ അതിന് ഒരു വ്യവസ്ഥയില്ല. അത് ഒരു ശില്പം പോലെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്താണ് ശരീരത്തിന്റെ ചലനം. അങ്ങനെയുള്ള ബന്ധം കൊണ്ടാണോ അങ്ങനെ ഒരു പുതുതലമുറയ്ക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം? പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് ശാരീരിക ചലനം. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ഈ ചലനം ഇല്ലാതെ കൊണ്ടുള്ള അഭിനയം ഇപ്പോൾ വിഷമാണല്ലോ. അപ്പോൾ ചലനം ഉണ്ടാവണം, അതാണ് ആവശ്യം. അപ്പോൾ ആ ചലനത്തിൻ്റെ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കുക, അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാക്കി തീർക്കുക, അതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ മറ്റേത് കുറയണത്. മറ്റേത് ഇപ്പം അമ്മാവൻ്റെയൊക്കെ അഭിനയത്തിൽ ചിലപ്പോൾ ഈ ശാരീരിക ചലനത്തിനോ അല്ലെങ്കിൽ മുദ്രയുടെ ഇതിനൊക്കെ ഒരു ആയത്തൊക്കെ അപ്രധാനത വന്നുകൊണ്ട് ഈ മാനസികമായിട്ടുള്ളതിന് പ്രാധാന്യം വളരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. ഈ പഠിപ്പിക്കുമ്പോൾ ഒക്കെ മുട്ട് പൊന്തിച്ച് മുദ്രയൊക്കെ വെടിവായിട്ട് കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും രംഗത്ത് ആ ആൾ കാണിക്കുമ്പോൾ അത്ര കാണാറുണ്ടോ സംശയമാണ്. കാരണം വെച്ചാൽ മറ്റേതിന് പ്രാധാന്യം കൊടുക്കുകയാണ്, ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇത് കുറയണതാണ് തോന്നുന്നു. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം പഴയ തലമുറയിലെ അവസാനത്തെ ആളെന്നുള്ള രീതിയിൽ 2 വിഭാഗത്തിലുള്ള വാദ്യക്കാരുമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത് ചാത്തകുളം കൃഷ്ണൻ നമ്പ്യാര്, രാവണ്യന്മാരും ഇങ്ങനെയുള്ള ആളുകളായിട്ട് ഉള്ള വാദ്യത്തിനനുസരിച്ച് ഊത്തമ്പലങ്ങളിലായാലും പുറത്തളങ്ങളിലായാലും കൂടിയാണ് ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയിലെ VK കേന്ദ്രീകരൻ, രാജീവ് തുടങ്ങിയിട്ടുള്ള പുതിയ തലമുറയിലെ പുതിയവരുമായിട്ടും അവതരണം നടത്തിയിട്ടുണ്ട്. പൊതുവെ ഇപ്പോ മിഴാവിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കേണ്ടതെന്ന് പുതിയൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് ഈ 2 വാദ്യക്കാരുമായിട്ട് കൂടെ പെരുമാറുമ്പോൾ ഗുണവും ദോഷവും? പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനയത്തിന് കൊട്ടണൊരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ കൊട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ ഇതിനോട് ഇണങ്ങണുണ്ടോയെന്ന് വെച്ചാൽ ഇണങ്ങണുണ്ട്, അല്ലെങ്കിൽ ഇണങ്ങണില്ലേ എന്ന് വെച്ചാൽ ഇണങ്ങണില്ല. ആ രൂപത്തിൽ ഇങ്ങനെ പോവുക എന്നുള്ളതുള്ളൂ. അതിനൊരു കൊട്ടിങ്ങനെ ഉണ്ടാവും, അതിനനുസരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അതിൽ ചില ഗുണങ്ങളുണ്ടായിരുന്നത് എന്താ വെച്ചാൽ കുറച്ച് അവർക്ക് രംഗം നിശ്ചയമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഘനം കൂട്ടലും കുറയ്ക്കലും എന്നുള്ളൊരു ഇന്നത് ഒഴിച്ച് വേറെ കാര്യമായിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മുഴിക്കുളം രാഘവൻ നമ്പ്യാരെ കുറിച്ചൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആളെ ഞാൻ അറിയും, പക്ഷേ അതിൻ്റെ കൊട്ടിൻ്റെ ഗുണദോഷമൊന്നും എനിക്കറിയില്ല. ഞാൻ അനുഭവം വേണ്ടി വന്നിട്ടില്ല. അതൊക്കെ പഴയ ശൈലിയിലുള്ള ഗുണദോഷങ്ങളാണ് ഉണ്ടാവുക, ഇന്നത്തെ രീതിയിലുള്ളതല്ല. അത് ശേഷമാണ് ഇപ്പോഴത്തെ പുതിയ ശൈലിയിൽ വന്നപ്പോഴാണ് ആട്ടത്തിന് കൊട്ടുക എന്നുള്ള രീതിയിൽ വന്ന അതിന് ഒരു കാലഘട്ടം വരെ നന്നായി വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ആട്ടത്തിനനുസരിച്ച് കൊട്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് എൻ്റെ അഭിപ്രായം മാറി. കാരണം വെച്ചാൽ കൊട്ടുകാരും തന്നെ ആട്ടം മനസ്സിലാക്കുന്നില്ല. കഥകളിയിലെ പോലെ ചെണ്ട അതുപോലെ ഒരു താളവട്ടത്തിൽ മുദ്ര കാണിക്കാനോ ഒന്നും കൂടിയാട്ടത്തിൽ പറ്റില്ല. അതിന് ഓരോ നടന്മാരുടെയും കാണിക്കുന്ന കാലം വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കലാകാരന്മാരെയും മനസ്സിലാക്കി അതിനനുസരിച്ച് കൊട്ടാനുള്ള ക്ഷമയൊന്നും ഇന്നത്തെ കൊട്ട് കലാകാരന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊരു ശൈലി കൊട്ട് കേമമാണ്, ഭംഗിയായിട്ട് അവർക്ക് സാധകം നന്നായിട്ട് കൊട്ടുകയും ചെയ്യും. പക്ഷേ ഇത് എത്രത്തോളം ഇതിലേക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ സംശയത്തിലാണ് എൻ്റെ പറയാം. എന്നാൽ ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ട്, ഒട്ടും ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കണില്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത് വന്ന പ്രവണതയിൽ വന്നതാണ് ഞാൻ പറഞ്ഞത്. അവർ ഒട്ടും തന്നെ ആട്ടം മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് വിഷയം. എന്താണെന്ന് അഭിനയിക്കുന്നത് എന്ന് മനസ്സിലാക്കണില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ഇതായിട്ട് കൊട്ടേണ്ടതൊക്കെ അല്ലാത്ത കൊട്ടുമായിട്ട് വേർതിരിച്ച് കൊട്ടാൻ പറ്റണില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആരാണ്ട് യുദ്ധാത്രൈലോക്യം എന്നുള്ള ശ്ലോകം ചൊല്ലി കഴിഞ്ഞാൽ വളരെ കൊട്ടി തുടങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് അത് ആ കൊട്ട് ഇങ്ങനെ കയറി കാലം കയറിക്കൊണ്ടിരാണ് ഞാൻ കണ്ടേക്കണത്. ഇപ്പോൾ അതല്ല, ശ്ലോകം കൂടി ചൊല്ലി ആദ്യം തന്നെ അടിച്ചു കൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചിന്താരൂപത്തിലുള്ള അഭിനയവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാലം കയറി കൊട്ടുകയാണ് വേണ്ടതെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ കാലം കയറ്റിയിട്ട് നല്ലോണം ശബ്ദത്തിൽ കൊട്ടുകയാണ് ഇന്ന് കാണുന്ന. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൊട്ട് കേമാവുക എന്നുള്ള ഈ കവിഞ്ഞ ആട്ടത്തിന് സഹായമാകുക എന്നുള്ളത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഒരു വിഷയം. അത് തന്നെയാണ്. അതാണ് ശരി.
അതിന് കൊട്ട് നന്നാവുക എന്ന് ചോദിച്ച് ആട്ടം നന്നാവുക എന്നുള്ളതിനല്ല. എന്നാൽ ആട്ടത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ആട്ടത്തിൻ്റെ അനുഭവം, ഭാവം കൊട്ടിൽ കൂടെ വരുത്തുക എന്നുള്ളത് ചിന്തിക്കാറില്ല. കൊട്ടും കൂടി ഇതിന് ആ ഭാവത്തിന് അനുകൂലമാണ് എന്നുള്ളത് ചിന്തിക്കൽ കുറവാണ്. അപ്പോൾ അത് അപ്പോൾ അഭിനയിക്കുന്നത് ആ കൊട്ടുകാരാകാരൻ ഉൾക്കൊണ്ട് കൊട്ടിയാൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. അവർ ഇന്ന് എന്താ അഭിനയിക്കണത് എന്നുള്ള അവരൊന്ന് ഉൾക്കൊണ്ട്, അപ്പോൾ അവരുടെ കൊട്ടിന് മാറ്റം വന്നോളും. അത് അവർ ചെയ്യാൻ തയ്യാറാവണില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രവണത. പക്ഷെ കൊട്ട് കേമം തന്നെയാണ് ഇന്നത്തെ. വളരെ അവർക്ക് സാധ്യതകളുണ്ട്, നന്നായിട്ട് കൊട്ടുണ്ട്, നല്ല സാധകമുണ്ട്, നല്ല മുദ്രയ്ക്ക് എല്ലാത്തിനും അവർക്ക് കൊള്ളാൻ സാധ്യതയുണ്ട്. ഈ കൂടിയാട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് നിശബ്ദത എന്ന് പറയുന്നത്. കൊട്ട് നിർത്തിയ പിന്നെ ഒരു 2 മാത്രം അങ്ങോട്ട് ശബ്ദം പിന്നെ കൂട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഞാൻ ശ്രീ രമേശ് വർമ്മയായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറയണ്ടായി, ഇപ്പൊ ശൃംഗാരം അഭിനയിക്കുക, ഇപ്പൊ രാവണന്റെ ശൃംഗാരം, ശ്രീദേവന്റെ ശൃംഗാരം അഭിനയിക്കുമ്പോ ശൃംഗാരം വല്ലാണ്ട് ആളിക്കത്തുകയാണ് രാവണന്റെ ഉള്ളിൽ, അത് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. പക്ഷെ അതിന്റെ കൊട്ടെന്ന് പറയുന്നത് നമ്മളുടെ ഒരു സങ്കല്പത്തിൽ ശൃംഗാരം എന്ന് പറഞ്ഞാൽ പതുക്കെ കൊട്ടുന്ന ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊട്ടുക. രാവണൻ അനുഭവിക്കുന്ന ശക്തമായ ദണ്ണാണ് അതിനകത്ത് അനുഭവിക്കുന്നത്. പക്ഷെ രാവിലെ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് വിരലുകൊണ്ട് കൊട്ടുന്ന ശബ്ദം. ശൃംഗാരമായോണ്ട് ധരിച്ച പുതുധാരണയാണ് ശൃംഗാരം എന്ന് പറയുന്നത്. വളരെ പതുക്കെ കൊട്ടുന്നതും ഗൗതിരമുള്ളതുകൊണ്ട് ഉറപ്പ് കൊട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്തരം വൈഷമ്യങ്ങൾ? ഇപ്പോൾ ശൃംഗാരം ഈ ആളി കത്തണതാണ്, ഉള്ള ദഹിപ്പിക്കണതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ആസ്വാദകന് വേണ്ടിയാണല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, ജനങ്ങളുടെ ഉള്ളിലാണല്ലോ ഈ ഭാവം ഉണ്ടാവേണ്ടത്. രാവണനും ഇതൊക്കെ നമ്മൾ സാങ്കല്പികമായിട്ട് കൊണ്ടുവരുന്ന കഥാപാത്രം. ഈ നടൻ്റെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ, നടനും രാവണനും ഈ ശൃംഗാരമൊക്കെ അവിടെ ഉണ്ടാവണം. പക്ഷെ ഇത് അനുഭവം ഉണ്ടാവേണ്ടത് ഈ ആസ്വാദകൻ്റെ ഉള്ളിലേക്ക് വരാൻ പാകത്തിനാണ് അതൊക്കെ വേണ്ടത്. അവിടെ പോയി വല്ലാതെ കണ്ട് ഇതേമാതിരി കൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭാവം ശൃംഗാരമാണോ ഉണ്ടാവുക ആസ്വാദകർക്ക്, അതോ രൗദ്രാണോ ഉണ്ടാവുക, ഏതാണ് ഉണ്ടാവുക, വീരാണ് ഏതാണ് ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. ഈ കൊട്ടാണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് എത്തണത്. ഈ അഭിനയം കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് എത്തുന്നത് ഈ കൊട്ടിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതിന് ഭാവത്തിനുള്ള ശബ്ദമല്ലേ ഉണ്ടാവേണ്ടത്, ശൃംഗാരത്തിൻ്റെ അല്ലേ ഉണ്ടാവേണ്ടതെന്ന്. കത്തിക്കാളുകയാണോ എന്താണെന്നുള്ളിരിക്കുന്ന വിഷയം വേറെ. വിരലുകൊണ്ട് കൊട്ടണ സമ്പ്രദായം അടുത്ത കാലത്ത് വന്നതാണ്, പുതിയ രീതിയിൽ വന്നത്. അത് കൈകൊണ്ട് തന്നെ കൊട്ടണ രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ശബ്ദം താത്തി താളം താത്തി കൊട്ടുന്ന കൈകൊണ്ട് തന്നെ കൊട്ടിരുന്നു. ഇപ്പോഴാണ് ഈ വിരലുകൊണ്ട് കൊട്ടുന്ന ഒരു രീതി വന്നിരുന്നത്. അത് എത്രത്തോളം അത് ഭംഗിയാവുണ്ടെന്ന് എനിക്കറിയില്ല, അത് ആസ്വാദകൻ അവർ പറയേണ്ട ഒരു വിഷയമാണ്. ഇനിയിപ്പോൾ കൂടിയാട്ടപ്പോൾ നമ്മളെത്ര സംഗീതാകാവി 90 മുതൽ 80 മുതൽ ചെറുതായിട്ട് തുടങ്ങി, 90 മുതൽ സാമ്പത്തിക സഹായം ചെയ്തു തുടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ കാര്യമായിട്ട് സഹായമൊന്നും കലാമണ്ഡലത്തിൽ കൊടുക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പക്ഷെ കൂടിയാട്ടം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ക്ഷേത്രങ്ങൾ കൈയൊഴിഞ്ഞു, ഏറെക്കുറെ കൂടിയാട്ടത്തിന് ക്ഷേത്രങ്ങളാണ് സംരക്ഷിച്ചത്, ക്ഷേത്രങ്ങൾ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് ഭരണകൂടങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും കൂത്തിനും കൂടിയാട്ടത്തിന് ആ രീതിയിൽ കഥകളിയെ കയ്യേറ്റ പോലെ ഒരു കയ്യിലേക്ക് എടുത്തിട്ടില്ല. ശരിക്കും അവരുടെ ഭാഗമാണെന്ന് ഇപ്പോഴും എത്തിയിട്ടില്ല. വളരെ അപൂർവം കുറച്ച് പേര് മാത്രമാണ് അത് നിൽക്കുന്നത്. പിന്നെയുള്ളത് ഭരണകൂടങ്ങളാണ്. പക്ഷെ ഭരണകൂടത്തിനെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ അനവധി കലകളുള്ളപ്പോൾ അതിലൊരു കല മാത്രമാണ് കൂടിയാട്ടം. അപ്പോൾ 10-20 വർഷമായിട്ട് അവര് സാമ്പത്തിക സഹായം ചെയ്തു തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം സ്വന്തമായിട്ട് കൂടിയാട്ടം തന്നെ കണ്ടെത്തണം എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് ഭരണകൂടത്തിലെ ആളുകൾ നീങ്ങുന്നത്. അപ്പൊ ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് കൂടിയാട്ടത്തിന് തരണം ചെയ്യാൻ പറ്റുക? വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മറ്റു കലാരൂപങ്ങളുടെ പോലെ അങ്ങനെ ഇപ്പൊ കഥകളിയുടെ പോലെ പോലും സാധ്യമാകുമെന്ന് നമുക്ക് ഉറപ്പില്ല കൂടിയാട്ടം അവതരിപ്പിക്കുക എന്നുള്ളത്. സാധാരണ ജനങ്ങള് പണം പിരിച്ച് നടത്തി ഒരു കൂടിയാട്ടം നടത്താൻ അതൊക്കെ ഒരു പരിധി വരെ തന്നെയാണ് ആവുള്ളൂ. കൂടിയാട്ടത്തിൻ്റെ സംരക്ഷണം എന്നുള്ള നിലയ്ക്കൊന്നും ആവില്ല, സംശയമില്ല. പണ്ട് കാലത്ത് കൂടിയാട്ടം നിലനിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണകൂടത്തിലെ കുറേ ചാക്യാർ കുടുംബങ്ങൾ അവനവൻ്റെ ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് മുഴുവൻ സാമ്പത്തികമായിട്ടുള്ളതുകൊണ്ടല്ല. കുടുംബങ്ങൾക്ക് കുറച്ച് ഭൂമിയൊക്കെ ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ നടത്തുന്ന കലാകാരൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് തുച്ഛമായിട്ട് തന്നെയാണ്, അതൊക്കെ അറിയണതാണ്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു അനുഷ്ഠാനമാണ്, ഞാൻ ഇതിനായിട്ടാണ് ഇത് ചെയ്തേക്കണത്, ഇത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു വലിയ
മഹാപാപമാണ് എന്നുള്ള ധാരണ ഉണ്ടാവുകൊണ്ടാണ് ഈ കൂടിയാട്ടം നിലനിന്നത്. അതിപ്പോൾ കഷ്ടിച്ച് ഇപ്പോൾ എനിക്കും കൂടി തോന്നുന്നുണ്ട്, ഇനി അടുത്ത തലമുറയിൽ തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നു, എനിക്ക് നിശ്ചയമില്ല. കാരണം അത് അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇനി അടുത്ത തലമുറക്കാർക്ക് തോന്നാൻ ന്യായമില്ല, കാരണം ഇത് അങ്ങനെയാണ്, ലോകത്തിൻ്റെ മാറ്റം അതാണ്. അപ്പോൾ ആ ഒരു മനോഭാവം ഇനി പുതിയ തലമുറയിൽ ഉണ്ടാവില്ല. പുതിയ തലമുറയിൽ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിലനിൽക്കുള്ളൂ. അത് ഏത് രൂപത്തിൽ കിട്ടിയാലും വിരോധമില്ല. ഇപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്താലും വിരോധമില്ല, സംസ്ഥാന ഗവൺമെൻറ് ചെയ്താലും വേണ്ടില്ല, കേന്ദ്ര ഗവൺമെൻറ് ചെയ്താലും വിരോധമില്ല. ചെയ്യണില്ലെങ്കിൽ ഇതൊക്കെ ഇതിന്നൊക്കെ അകന്നു പോവും, നിലനിൽക്കും എന്ന് തോന്നണില്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചില പൊടിപ്പും തെങ്ങലൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കാൻ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പില്ല ഒന്നിനും. എനിക്ക് നാളെ സാധ്യമാവും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതിന് ആർക്കും ഉറപ്പില്ല. അപ്പോൾ അതിങ്ങനെ മനസ്സ് പതറിക്കൊണ്ടിരിക്കുക ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാണ്ടായിക്കണത്. മറ്റേതിപ്പോൾ ഉറക്കാനൊന്നുമില്ല, വേറെ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണ് അത്. പിന്നെ ജീവിത ആവശ്യങ്ങളും പരിമിതമാണ്. അത്യാവശ്യം ഒന്നും കാര്യമായിട്ടൊന്നും വേണമെന്നില്ല. തൃശ്ശൂർ കൂത്തും കൂടിയാട്ടം കഴിഞ്ഞിട്ടൊന്നും കിട്ടണം വെച്ചിട്ടല്ല, അത്രയും കാലം കയ്യിൽ നിന്ന് കാശ് ചിലവാവേണ്ട ഇവിടെ ജീവിക്കാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പോൾ അതല്ല, ഇവിടുത്തെ കൂത്ത് കഴിഞ്ഞിട്ട് വല്ലതും കിട്ടിയില്ലെങ്കിൽ ആരുണ്ടാവില്ല അവസ്ഥയാണ്. അങ്ങനെയാണ് ഓരോ ദിക്കിലത്തെയും നടന്നു പോകുന്നത്. മൂഴിക്കുളത്ത് കൂത്തും കൂടിയാട്ടം അടിയന്തരം എന്നൊക്കെ പറയുകയാണെങ്കിലും അത് അടിയന്തരമായിട്ടല്ല നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ 3 ദിക്കിൽ ഇരിഞ്ഞാലക്കുടയിലും മൂഴിക്കുളത്തായാലും തൃശ്ശൂരാണെങ്കിലും ഈ എല്ലാ ദിക്കിലും അടിയന്തരമായിട്ടല്ല, അത് വളരെ അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ ഇതായിത്താൻ കാരണം. അതൊക്കെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണെങ്കിലും ആ മനോഭാവം അതായിരുന്നു, സമർപ്പണമായിട്ടാണ്. ഇതൊരു ജനകീയ കലയല്ല, സംരക്ഷിക്കേണ്ട കല തന്നെയാണ്. അതിന് വേണ്ട സംരക്ഷണം കൊടുക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൊടുത്തില്ലെങ്കിൽ നിലനിൽക്കില്ല, ഉറപ്പാണ്. ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുമ്പോൾ, ഇതിനു മുമ്പുണ്ടായിരുന്ന തലമുറ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് കൂടിയാട്ടം കൊണ്ടു നടന്നിരുന്നത്. അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒരു കിട്ടിയിട്ടല്ല, ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് അവർ വിശ്വാസം. എന്നാൽ വെറുതെ ചടങ്ങ് നടത്തലല്ല, വളരെ ഗൗരവമായിട്ട് കലയെ സമീപിക്കുകയും ചെയ്തു പലരും. ഓരോ ചിലരും മാറ്റം ഉണ്ടെങ്കിൽ അതുണ്ട്, അവനോട് കഴിവില്ലായ്മയാണ്. എനിക്ക് അത് പ്രവർത്തിക്കാൻ കഴിവില്ലെങ്കിലും വാസ്തവത്തിൽ നമ്മളിപ്പോ ഏറ്റവും വിപ്ലവകരമായിട്ട് പറയുന്നത് കൂടിയാട്ടത്തെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറക്കിയതും, അല്ലെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ കൂടിയാട്ടം പഠിക്കാമെന്നുള്ള അവസ്ഥയെത്തിയത് നമ്മുടെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് നമ്മൾ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നമ്മൾ നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ളത് പുറത്തേക്ക് കടന്നതോട് കൂടിയിട്ട് ആ വിശ്വാസത്തിന്റെ തലം ഇനി നേരത്തെ പറഞ്ഞ കുട്ടേനെ പോലെ ഒരു തലമുറയും കൂടെ കഴിഞ്ഞോടുകൂടി അത് അവസാനിക്കുകയാണ്. കാരണം ആർക്കും ചെയ്യാന്നുള്ളത് ഒരാളുടെ മാത്രം, ഒരു കുടുംബത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള സാധനങ്ങളാണ്. പക്ഷെ അതേ തലമുറ അവർക്ക് കൃത്യമായ വരുമാനം ഇല്ലെങ്കിൽ അത് കൊണ്ടുനടക്കാൻ തയ്യാറാവാത്ത ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പോ വാസ്തവത്തിൽ കൂടിയാട്ടത്തെ സംബന്ധിച്ചോളം ഒരുപക്ഷെ കലാകാരനായിട്ടുള്ള നല്ലതായിരിക്കാം, സാമൂഹികമായിട്ടുള്ള മാറ്റവും നല്ലതായിരിക്കാം. പക്ഷെ കൂടിയാട്ടത്തിന്റെ ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ ഈ ഒരു തീരുമാനം ഒരു ദോഷമായിട്ട് ബാധിച്ചു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായോ? അതിപ്പോൾ MA ക്ലാസ് തുടങ്ങുമ്പോൾ പൗലോസ് മാഷ് ആ സമയത്ത് ഒരു സിലബസ് ഉണ്ടാക്കലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ വിളിച്ചിട്ട് എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്, 65 കലാമണ്ഡലത്തിൽ പൊതുവായിട്ട് എല്ലാവരെയും കൂടിയാട്ടം പഠിപ്പിക്കാൻ നിശ്ചയിച്ചു. ഇത്രയും കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഒരു കൂടിയാട്ടം കാണണമെങ്കിൽ ഇപ്പോഴും ചാക്യാരെ അനുഭവിക്കേണ്ടത് കാണാം. എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചു. ഇതിന് ഞാൻ എന്താ കാരണം പറയാം? കൂത്ത് കേൾക്കണമെങ്കിൽ ചാക്യാരെ കാണണം, കൂടിയാട്ടം കാണണമെങ്കിൽ ചാക്യാരെ അന്വേഷിക്കണം. ഇത്രയും കൊല്ലം പൊതുവായിട്ടുള്ള ആളുകളെ പഠിപ്പിച്ചു കലാമണ്ഡലം, ഫലം എന്തുണ്ടായി എന്നാണ് എന്നെ ചോദിച്ചത്. ഇതിനെന്താ അവന് മറുപടി പറയാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ മറുപടി പറയാം? പൗലോസ് മാഷാണ് എന്നോട് ചോദിച്ചത്, കലാമണ്ഡലത്തിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പം അത് ആ ആത്മസമർപ്പണം എന്നുള്ളത് ഇപ്പോൾ ഇല്ലാണ്ടായി. ഇപ്പോൾ മറ്റു കലകൾ പഠിക്കും, ഇതല്ലെങ്കിൽ വേറൊന്നും പഠിക്കാം. ഇപ്പോൾ മിഴാവ് പഠിച്ചോ അല്ലെങ്കിൽ കുഴിയാട്ടം പഠിച്ചോളൊന്നുമില്ല, വേറൊന്നും പഠിക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ എങ്ങനെയോ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്താഗതിയാണ് അവസ്ഥ. മറ്റേ അതല്ല, ഇതേ ഉള്ളൂ, ഇതിൽ നിന്ന് കിട്ടണത് ഉള്ളൂ എനിക്ക് എന്ന ഉറപ്പോട് കൂട്ടിയിട്ടാണ് നിൽക്കണതെന്ന്. അപ്പോൾ അതിൽ അതുകൊണ്ട് നല്ല ആത്മസമർപ്പണം ഉണ്ടായില്ല. മറ്റേത് അതല്ല, ഏതിലേക്കാണ് കൂടുതൽ കിട്ടുക എന്നാണ് നോക്കണത്. മനസ്സിലായോ? അപ്പോൾ ഇതല്ലെങ്കിൽ നാടകത്തിലേക്ക് പോകണു ഞാൻ, അവിടെ നിന്നാണ് കൂടുതൽ കിട്ടണം, ഞാൻ അങ്ങോട്ട് പോകണം. അതല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് ഞാൻ പോകണം, ഏതാ കിട്ടണത് എനിക്ക് പോകണം. മറ്റേ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ, ഇന്ന വഴി കൂടെ പോവുള്ളൂ എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു മുമ്പുള്ളവർക്ക്. എന്നുവെച്ചാൽ അത്രയും ആവശ്യം ഞാൻ ഉദ്യോഗിക്കുന്ന ജീവിതത്തിൽ. കൂടിയാട്ടം പല കുടുംബങ്ങളും
അവരവരുടെ അടിയന്തര സ്ഥലങ്ങൾ കൂടിയാട്ടങ്ങൾ അവതരിപ്പിക്കുന്നു. നദിയിലാണെങ്കിൽ ഇപ്പോൾ കൊണ്ടൂര്, വെന്നിമല, അതുപോലെ മാണി കുടുംബത്തിന് പല സ്ഥലങ്ങളിലും പന്തറാങ്ങും, മത്തുരാസം തുടങ്ങിയിട്ടുള്ള അവതരണങ്ങൾ, വിട്ടത്തൂരും കടങ്ങൂരും ചാക്യാറുണ്ട്. അമ്മന്നൂർ ചാക്യാരുടെ അടിയന്തരമായിട്ട് പ്രധാനമായിട്ട് പറയുന്നത് തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും മൂഴിക്കുളാണ്. അതിന്റെ പറയുന്നത്. പക്ഷെ ഈ മൂന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ പൊതുവെ കൂടിയാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ കൂടിയാട്ടത്തിന് അടിസ്ഥാനമായിട്ടുള്ള 5 കൂടിയാട്ടങ്ങൾ എന്ന് പറയുന്നത് ബാലിവസം എന്ന് പറഞ്ഞ യുദ്ധം, ശൂർപ്പണഖാംഗം, ധനഞ്ജയ ഒന്നാംഗം, സൗതി സമരം ഒന്നാംഗം, ഇതാണ്. ഇത് ഞാൻ എല്ലാ കുടുംബങ്ങളുടെയും പഠനം അവരുടെ അവതരണങ്ങൾ എടുത്ത് നോക്കിയപ്പോ അമ്മന്നൂർ കുടുംബം നടത്തിയിരുന്ന ഈ 3 ക്ഷേത്രങ്ങൾ നടത്തിയിരുന്ന കൂടിയാട്ടങ്ങൾ ഈ 5 കൂടിയാട്ടങ്ങളാണ് പ്രധാനമായിട്ട്. അത് ക്രമത്തിൽ അപ്പൊ അത് ഈ അടിസ്ഥാന കൂടിയാട്ടമായിട്ട് മാറിയത് അതിന്റെ അവതരണ രീതിയോടുള്ള സമീപനം കൊണ്ടാണോ, ഗൗരവമായിട്ട് ചെയ്യുന്ന ഒരു അവതരണ രീതി കൊണ്ടാണോ അത് അങ്ങനെ ഇത് അടിസ്ഥാന കൂടിയാട്ടമായിട്ട് മാറുന്നത്? ബാക്കി ഇപ്പൊ വെല്ലുവിളിയിലൊക്കെ പല കൂടിയാട്ടങ്ങളും വേറെ നടത്തിയിരുന്നു. വെള്ളിപ്പക്ഷി വിശേഷ കൂടിയാട്ടം വേണമെങ്കിൽ പറയാമെന്നല്ലാതെ നമുക്ക് കണക്കെടുക്കുമ്പോൾ കണക്കെടുക്കാമെന്നല്ലാതെ ഉണ്ട്. കൂടിയാട്ടത്തിന്റെ അടിസ്ഥാന കൂടിയാട്ടങ്ങളിൽ ഈ 5 എണ്ണം മാത്രമേ നിൽക്കുന്നുള്ളൂ. അതെ, അതിനെ സമീപിച്ചതിന്റെ മാറ്റമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെ ആ ചിട്ടയിൽ തന്നെ അഭിനയിക്കുക, അതിൻ്റെ തുടക്കം മുതൽക്ക് അവസാനം വരെ അതിൻ്റെ രീതിയിൽ അഭിനയിച്ചിരുന്നു. ഈ 3 ദിക്കിലും അഭിനയിച്ചിരുന്നു എന്നുള്ളപ്പാണ്. ഈ ഇരിഞ്ഞാലക്കുടയും മൂഴിക്കുളത്തും മാത്രം അവനവൻ വച്ച് മാറ്റമുണ്ടെങ്കിലും തൃശ്ശൂരും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവതരിപ്പിക്കുന്നത് അതേൻ്റെ രീതിയിൽ തന്നെയായിരുന്നു അനവധി കാലമായിട്ട്. മുമ്പുള്ള ആളുകളൊക്കെ തന്നെ അതിന് ഒട്ടും ഗൗരവം കുറയാതെ കൊണ്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ഈ ഓരോ കാലങ്ങളിൽ വന്നു കയറിയ കൂടിയാട്ടങ്ങളാണ്. ഒരു കാരണം കൊണ്ടൊരു കൂടിയാട്ടം വേണം, എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനമായിട്ട്. അതാണ് ഈ ഇത്ര 28 കൂടിയാട്ടവും ഒക്കെ വന്നു. അങ്ങനെ എന്തോ കാരണം എനിക്ക് അത്രേ അറിയുള്ളൂ. പക്ഷെ അവിടെയും ചെറിയ ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് മാറ്റങ്ങളുണ്ടെങ്കിലും ഒരു കാലത്ത് ഗേയമായിട്ട് നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. 2 വേഷമേ ഉള്ളൂ എന്തിനായാലും അങ്ങനെയൊക്കെ പറയുന്ന രീതികളുണ്ട്. ഈ അടിയന്തരത്തിൻ്റെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ചെയ്ത ഒരു ഇതുകളാണൊക്കെ.